ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഡിസംബറായി, ക്രിസ്മസൊക്കെ അടുത്ത് വരികയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ടും വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വൈനിൻ്റെ റെസിപ്പിയാണ്. വൈൻ ഞാൻ ചെയ്യുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മുടെ ചാനലിൽ കുറേയധികം വൈൻ്റെ റെസിപ്പീസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. റൈസ് വൈൻ, അതുപോലെ തന്നെ മുന്തിരി വൈൻ, ബനാന വൈൻ, ഇഞ്ചി വൈൻ. അപ്പോൾ ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല കമൻസൊക്കെ പറഞ്ഞിട്ടുള്ള വൈനുകളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോയിൽ പറയുന്ന പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വൈൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് ട്രൈ ചെയ്ത് നോക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ മറക്കരുത്. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വൈൻ ഉണ്ടാക്കാൻ തുടങ്ങാം. വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ബീട്രൂട്ടാണ്. ആദ്യം ബീട്രൂട്ടിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. തൊലി കളഞ്ഞെടുത്ത ബീട്രൂട്ട് ഒരു ഗ്രേറ്ററിൽ വെച്ച് ചീകി എടുത്തതാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 3 ലിറ്റർ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി പാൻ ഒന്ന് സ്റ്റവിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. ബീട്രൂട്ടിലെ വെള്ളം ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ഇതിലുള്ള ബീട്രൂട്ട് കഷ്ണങ്ങളെല്ലാം നമുക്ക് കോരി മാറ്റണം. ഇനി വൈനിൽ ചേർക്കാനുള്ള ഈസ്റ്റ് നമുക്കൊന്ന് കലക്കി വെക്കണം. ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1/2 ടീസ്പൂൺ ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. കൂടിപ്പോയത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈന് ഒരു കയ്പ്പ് ടേസ്റ്റോ അല്ലെങ്കിൽ ഒരു പുളി രസമോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പഴയ ഈസ്റ്റ് ഒന്നും ഉപയോഗിക്കരുത്. നല്ല ഈസ്റ്റൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ വൈൻ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ കഴിച്ചൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ചൂടുള്ള വെള്ളം ചേർക്കരുത്. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടി നമുക്കൊരു 15 മിനിറ്റ് മൂടി മാറ്റി വെക്കാം. വൈൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 3 ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സൈസിലുള്ള ഒരു 3 ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ നീര് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ചൂടെല്ലാം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിൽ ബീട്രൂട്ടൊക്കെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഭരണിയിലേക്ക് ഒഴിച്ചു വെക്കണം. ഇത് വീണ്ടും ഒന്നും കൂടെ അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ വൈൻ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ളൊരു ഭരണിയാണ്. അതിൻ്റെ മുകളിൽ ഇതുപോലൊരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വൈൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുപ്പിയോ ഭരണിയോ എല്ലാം നല്ല ക്ലീനായി കഴുകി ഉണക്കിയെടുത്തതായിരിക്കണം. അതുപോലെ തന്നെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കുന്ന ഭരണിയൊന്നും നമ്മൾ വൈൻ ഉണ്ടാക്കാൻ എടുക്കരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈൻ പെട്ടെന്ന് കേടാകാനും പുളിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി തിളപ്പിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് നേരിയൊരു ചൂടോടുകൂടി നമുക്ക് ഈ ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഈ ബീട്രൂട്ടൊക്കെ നമുക്ക് മാറ്റിക്കളയാം. നമ്മൾ ചെറിയൊരു ചൂടോടുകൂടി വേണം ഈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാനായിട്ട്. ചെറിയൊരു ചൂടോടുകൂടി വേണം നമുക്ക് ഈസ്റ്റും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഒരു 3 ഏലക്ക, 2 കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ 1 കിലോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാം നിങ്ങളുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ഇപ്പം ഇതുപോലെ കാണുന്ന പോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ആ പഞ്ചസാരയൊക്കെ ഒന്ന് അലിയുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വൈൻ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പൂൺ മരത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അലൂമിനിയത്തിൻ്റെ സ്പൂണൊന്നും കൊണ്ട് നമ്മൾ ഒരിക്കലും ഇളക്കി കൊടുക്കരുത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരണം. എന്നിട്ട് വേണം നമുക്ക് ഭരണി മൂടി കെട്ടി വെക്കാനായിട്ട്. ഇപ്പോൾ ഭരണിയിൽ ഒഴിച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഭരണിയുടെ പുറത്തേക്ക് ഒരു തുണി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. വീണ്ടും മൂടിയുടെ പുറത്തേക്ക് ഒരു തുണിയോ ടവലോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് കെട്ടി മാറ്റി വെക്കണം. എല്ലാ ദിവസവും ഭരണിയുടെ മൂടി മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പം മധുരമൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയെ കൂടെ നമുക്ക് സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഭരണി തുറന്നതിന് ശേഷം 4 ദിവസം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഭരണി മൂടി കെട്ടി മാറ്റി വെക്കണം.
ഇപ്പോൾ വൈൻ ഇട്ട് വെച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസമാണ്. ഇപ്പോൾ വൈൻ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഈ വൈനൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പാകത്തിനുള്ള മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അരിച്ചെടുത്ത വൈൻ നമുക്ക് ഇനി കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. വൈൻ ഒഴിച്ചു വെക്കാൻ ഉപയോഗിക്കുന്ന കുപ്പി നല്ല ക്ലീൻ ആയിരിക്കണം. കഴുകി ഉണക്കിയ കുപ്പി വേണം അതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ കുപ്പിയിൽ നമ്മൾ വൈൻ ഒഴിച്ചു വെക്കുമ്പോഴത്തേക്കും കുപ്പിയുടെ ഒരു 1/4 ഭാഗം ഒഴിച്ചു വെച്ചാൽ മതി. ഒരിക്കലും നിറച്ചൊഴിച്ച് വെക്കരുത്. നിറച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വൈൻ 2 ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ പുറത്തേക്ക് ഒഴുകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി വൈൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വൈൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. കേടായ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. കേടായതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈൻ മോശമായി പോകും. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ക്രിസ്മസ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.